കേരളത്തിലേക്ക് പുനരധിവസിപ്പിച്ച ശ്രീലങ്കൻ അഭയാർത്ഥികൾക്ക് ദുരിത ജീവിതം. ഇൻഡോ ശ്രീലങ്കൻ കരാർ പ്രകാരമുള്ള നിയമനങ്ങൾ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് അധികൃതർ അട്ടിമറിച്ചു. തൊഴിലാളികൾ ജീവൻ പണയപ്പെടുത്തിയാണ് ലയങ്ങളിൽ താമസിക്കുന്നത്. 1972 ഇൻഡോ ശ്രീലങ്കൻ കരാർ പ്രകാരം 500-ൽ പരം കുടുംബങ്ങളെയാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ആയിരനല്ലൂർ എസ്റ്റേറ്റുകളിൽ പുനരധിവസിപ്പിച്ചത്. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലൂടെ ഈ ശ്രീലങ്കൻ വംശജരെ ജീവിതത്തിലേക്ക് കൈപിടിക്കാൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആരംഭിച്ച പദ്ധതിയാണിത്. പുനരധിവസിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിലെ 2 പേർക്ക് RPL എസ്റ്റേറ്റിൽ ജോലി. ഇവർ വിരമിക്കുമ്പോൾ മക്കൾക്ക് തൊഴിൽ. എന്നാൽ ഈ നിയമനങ്ങൾക്ക് കമ്പനി തടയിട്ടിരിക്കുന്നു. ഈ ക്വാർട്ടേഴ്സ് മൊത്തം നശിച്ചു പോയി. ഇതിനകത്ത് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 48 പേർ ജോലി ചെയ്തതിൽ 11 പേർക്ക് ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശ്രിതർക്ക് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കമ്പനി. 5 പേർ இருக்கும், 3 அங்க 2 பேர் போயிருக்காங்க. സ്ഥിര നിയമനങ്ങൾക്ക് പകരം പുതിയ നിയമനങ്ങൾ നടത്തുന്നതും കരാർ അടിസ്ഥാനത്തിൽ മാത്രം. 50 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ലയങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടില്ല. 50 വർഷത്തിന് മുമ്പ് പണിഞ്ഞ ഈ കോട്ടേജുകളിൽ അന്ന് ഇട്ട ആസ്പെട്ടാസാണ് ഇപ്പോഴും കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒത്തിരി എല്ലാ കോളനികളും ഒരു കോളനിക്ക് 2, 3, 4 പേര് വെച്ചുള്ള ക്യാൻസർ നോയാളികളുണ്ട്. ശൗചാലയങ്ങൾ അത്രയും തകർന്നു. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സൗകര്യമില്ല. ബാത്റൂമെല്ലാം പോയി വെള്ളം പൊട്ടി കിടക്കുന്നത്. ഷീറ്റെല്ലാം ബാത്റൂമുക്ക് പോണാലും വെള്ളം വരുന്നില്ല. കുടിവെള്ളവും കിട്ടാക്കനി. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ടാപ്പുകളിൽ ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല. പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പശു കയറി പൊട്ടിപ്പോയി. ഇങ്ങനെ പൈപ്പ് ഇട്ടേക്കാൻ മാസം ബില്ല് വരും. ജനപ്രതിനിധികളോടും കമ്പനി അധികാരികളോടും പരാതി പറഞ്ഞ് മടുത്തിരിക്കുന്നു RPL നിവാസികൾ. ഒരു വലിയ രാഷ്ട്രീയ ഉടമ്പടിയുടെ നഗ്നമായ ലംഘനമാണ് RPL അധികൃതർ കാട്ടുന്നത്. RPL ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇവർ നിഷേധിക്കുകയാണ്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.